മുത്തശ്ശ, എന്റെ സീത വീണ്ടും പഴയതുപോലെ ആകുമെങ്കിൽ നിങ്ങളുടെ തീരുമാനത്തിൽ എനിക്കൊരു എതിർപ്പുമില്ല മുത്തശ്ശ. എന്താ ഭാർഗവ് ഇത്? നീ ഒരു ഗൂഗിളി എറിഞ്ഞു, വിക്കറ്റ് വീഴുന്നതിന് പകരം ഇന്നർ എഡ്ജിൽ തട്ടി ബൗണ്ടറി ആയി. മുത്തശ്ശ, നിങ്ങൾ അങ്ങനെ ആരെയും കൊണ്ടുവരണ്ട. സുബ്ബിയെ കൊണ്ടുവന്നാ മതി. അവള് സെയിം എന്നെ പോലെ തന്നെ കാണാൻ. സീതമ്മ സുബ്ബിയെ ഞാനാണെന്ന് വിചാരിച്ചാ ഇരിക്കുന്നേ. നിങ്ങൾക്കറിയോ? ദേശായി ഗ്രൂപ്പിനെ കുറിച്ച് നീ എന്താ വിചാരിച്ചേ? അവരെ എതിർക്കാൻ നിന്ന് അവര് വെറുതെ വിടുവോ നിന്നെ? സുബി, നീ എന്താ മോളെ ആലോചിക്കുന്നേ? കാവേരി ചേച്ചി, ആ ശ്രീരാം ദേശായി എന്ത് ദുഷ്ടനാണല്ലേ. മുത്തശ്ശനെയും ജാക്കി ചേട്ടനെയും പോലീസ് കൊണ്ടുപോയത് അവര് കാരണമാ. എന്ത് ചെയ്യാനാ സുബി? നമ്മുടെ കയ്യില് ഇത്രയും പണം എവിടുന്നാ വരുന്നെന്ന് ഉറപ്പായിട്ടും അവരും ആലോചിക്കില്ലേ? അവര് ചോദിച്ചാ നമ്മൾ എന്ത് ഉത്തരം കൊടുക്കാനാ? അത് നമ്മൾ മോഷ്ടിച്ച പണം തന്നെയല്ലേ? പക്ഷെ നമ്മള് അവരാരും ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ. പൈസ ഉള്ളവരുടെ അടുത്തല്ലേ നമ്മള് മോഷ്ടിച്ചത് ചേച്ചി. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ നടന്നേ? സുബി, മോള് കരയണ്ട. എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഇനി മുത്തശ്ശനെയും ജാക്കി ചേട്ടനെ എങ്ങനെയാ നമുക്ക് പുറത്തിറക്കാൻ കഴിയാ? എനിക്കും അറിയില്ല. പോലീസിനോട് പോയി നമുക്ക് എന്തായാലും സംസാരിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ കയ്യില് പൈസ വേണം, അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരുമായിട്ട് പരിചയം വേണം. നമുക്കിപ്പോ അത് രണ്ടും ഇല്ല. സമയം കുറെയായി, നമുക്ക് വീട്ടിലേക്ക് പോകുമ്പോ. എനിക്ക് മുത്തശ്ശനെ വേണം, ജാക്കി ചേട്ടനെ വേണം. അവരില്ലാതെ വീട്ടിൽ വരില്ല. അവര് പോലീസ് സ്റ്റേഷനിൽ പോയി കഷ്ടപ്പെട്ട എനിക്കെങ്ങനെ വീട്ടിൽ പോയിരിക്കാൻ പറ്റും? ഞാൻ വരുന്നില്ല, ഞാൻ വരുന്നില്ല. സൂര്യപ്രകാശ് ദേശായ്, ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്താ എന്റെ അടുത്ത് മറ്റൊരു പ്ലാൻ ഇറക്കുന്നു. ഭാർഗവ്, നീ ഒരു മാച്ച് ഫിക്സ് ചെയ്തതാ. ബട്ട് മാച്ച് അബൻഡൻ ഡ്യൂ ടു ബാഡ് വെതർ അല്ലേ ഭാർഗവ്? ഏയ് വേണ്ട വിശ്വ, നിന്റെ കമന്ററി എന്റെ അടുത്ത് വേണ്ട. പറയൂ ഇൻസ്പെക്ടർ. മാഡം, നിങ്ങൾ പറഞ്ഞ ആൾക്കാരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മാഡം. ഗുഡ്. അവിടെ കിടന്ന് ചാവട്ടവര്. നാളെ നമുക്ക് നമ്മുടെ ആൾക്കാരെ അവിടേക്ക് അയച്ച് ആ സ്ലം ഡിമോളിഷ് ചെയ്യണം. അതുവരെ അവരെ പുറത്തു വിടരുത്. ഓക്കെ മാഡം. ഭാർഗവ്, ഇതേതാ ഈ പുതിയ മാച്ച്? ഏയ് സംസാരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ലെങ്കിൽ നിന്റെ അച്ഛൻ കാരണം വട്ടുപിടിച്ച് നിൽക്കാൻ ഞാൻ. ആ സീതയെ വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടാക്കാന്ന് പറഞ്ഞപ്പോ നിന്റെ അച്ഛന്
പകരം മറ്റൊരു കുഞ്ഞിനെ ഈ വീട്ടിലോട്ട് കൊണ്ടുവരണോ അത്രേ? ഭാർഗവ്, നീ ഒന്ന് മനസ്സ് വിചാരിച്ച ഇനി ഒരു പുതിയ മാച്ച് തുടങ്ങാൻ പറ്റും. ഇപ്പം ഈ കുഞ്ഞിനെ അവര് കൊണ്ടുവന്നാൽ ആ കുഞ്ഞ് രാമൻ, അച്ഛൻ, അശോകൻ അവരെല്ലാം പറയുന്നത് കേട്ട് സീതയുടെ കൂടെ സിഹിയെ പോലെ നടന്ന് സീത എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കും. അപ്പൊ നിനക്കല്ലേ അതിന്റെ പ്രശ്നം? അതുകൊണ്ട് നീ നിന്റെ ഭാഗത്ത് നിന്നൊരു കുഞ്ഞിനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ആ കുഞ്ഞ് നിന്റെ സ്ട്രാറ്റജി വെച്ച് കളിക്കും. നീ ഗൂഗിൾ എറിയാൻ പറഞ്ഞ ഗൂഗിൾ എറിയും, യോർക്കർ എറിയാൻ പറഞ്ഞാൽ യോർക്കർ എറിഞ്ഞ് ബൗൾഡാക്കുകയും ചെയ്യും. നോട്ട് ബാഡ് വിശ്വ, ബ്രില്യന്റ്. നീ വിശ്വ തന്നെയാണോ? അല്ല, ഇങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെ നീ എനിക്ക് പറഞ്ഞു തരുന്നോ? പിന്നെ നിനക്ക് ഈ ഐഡിയ തോന്നി ഭാർഗവ്? ഇല്ലല്ലോ. ഭാഗ്യം, നിനക്കും ബുദ്ധിയുണ്ടെന്ന് നീ പ്രൂവ് ചെയ്തല്ലോ. ലൈഫിലെ ഫസ്റ്റ് ടൈം നീ ഉപയോഗപ്പെടുന്ന ഒരു ഐഡിയ പറഞ്ഞു തന്നു. നിന്റെ അച്ഛൻ ഗൂഗിളിൽ എറിയാൻ നിൽക്കുമ്പോ ഞാനൊരു യോർക്കർ എറിഞ്ഞ് മാച്ചിന്റെ ഗതി മാറ്റുന്നത് കണ്ടു. സിഹിയെ പോലുള്ള കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരാം. അവളാണ് സിഹിയെന്ന് സീതയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാം. സീതയുടെ കൺമുന്നില് സിഹിയുടെ പ്രായമുള്ളൊരു കുട്ടി വന്ന ആ കുഞ്ഞിനെ സ്നേഹിച്ചും ലാളിച്ചും സീതയ്ക്ക് ഭേദമാകുമെന്ന് എന്റെ മനസ്സ് ശക്തമായിട്ട് പറയുന്നു. റാം, നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് വല്ലാതെ ഇപ്പൊ കൂടിയിട്ടുണ്ടല്ലോ. അതെന്തുകൊണ്ടാ? എന്റെ പെണ്ണിവിടെ എന്നെ നെഞ്ചി കിടക്കല്ലേ, അതുകൊണ്ടാ. അല്ല, ഒരിക്കലും അല്ല. നിങ്ങൾക്ക് എന്തോ ടെൻഷനുണ്ട് ഉള്ളില്. അതുകൊണ്ടാ എന്റെ കെട്ടിയോന്റെ ഹാർട്ട് ഇങ്ങനെ നിലയ്ക്കാതെ ഇടിച്ചോണ്ടിരിക്കുന്നത്. പറയ് റാം, എന്തു പറ്റി? എന്താ റാം, നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ, കുറയുന്നേ ഇല്ലല്ലോ. നീ എന്തോന്ന് തന്നില്ലേ, അതുകൊണ്ടാ ഹാർട്ട് ബീറ്റ് കൂടിയത്. നിങ്ങളുടെ ഹാർട്ട് ഒന്ന് ശാന്തമാവാൻ വേണ്ടി തന്നതാ. നീ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിരിക്കണം സീത. ഇതുപോലെ പ്രസന്റിൽ ജീവിക്കണം. അത് സീത. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാനിപ്പോ എവിടെയുള്ളത്? ഭൂതകാലത്തിലാണെന്നാണോ? അശോക് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അതുകൊണ്ടാണോ നിങ്ങളിങ്ങനെ ടെൻഷനായിട്ടിരിക്കുന്നേ? ഓ ഷിറ്റ് സീത, അശോകിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചേ ഇല്ല. അവൻ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. അതെന്താണെന്ന് പോലും ഞാൻ ചോദിച്ചില്ല. ഓക്കെ? I love you, Sita. I love you too, Ram.
വേദന. അവര് കാരണ എന്റെ മുത്തശ്ശനും ജാക്കി ചേട്ടനും പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കുന്നേ. സുബി, നീ എന്താ എന്നെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുകയാണോ? പിന്നെ എന്താ വേണ്ടത്? എന്താ ഉണ്ടായെന്ന് അറിയോ നിനക്ക്? ഇതിലൊന്നും എന്റെ അച്ഛൻ തെറ്റുകാരനല്ല, ദുഷ്ടനല്ല. അയ്യോ, അവരെ എങ്ങനെ ചെയ്തേ? പോലീസുകാര് തന്നെ പറഞ്ഞതാ അച്ഛൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. വേണമെങ്കിൽ നീ തന്നെ അച്ഛനോട് ചോദിച്ചു നോക്ക്. അവർ സത്യമായിട്ടും നിന്നെ ഹെൽപ്പ് ചെയ്തോളും. നിന്റെ അച്ഛനല്ലേ, നീ തന്നെ പോയി ചോദിക്ക്. എന്റെ ജാക്കി ചേട്ടനെ മുത്തശ്ശനെ വെറുതെ വിടാൻ നിന്നോട് എത്ര പ്രാവശ്യം പറയണം എന്നെ ആർക്കും കാണാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല എന്ന്? നിനക്കെന്ന് പറഞ്ഞാ മനസ്സിലാവില്ലേ? പൊട്ടിയാ നീ. നോക്ക്, നീ എന്റെ വീട്ടിലേക്ക് ചെല്ല്. എന്റെ അച്ഛനോടൊന്ന് സംസാരിക്കേ. എന്റെ അച്ഛൻ നിന്നെ സത്യമായിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കും. ആണോ? സത്യമായിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കും. ആയിക്കോട്ടെ, എന്ത് ചെയ്തിട്ടാണെങ്കിലും മുത്തശ്ശനും ജാക്കി ചേട്ടനും വീട്ടിലേക്ക് വന്നാ മതി. ഇത്രേ ഉള്ളൂ. സുബി, ആരോടാ നീ സംസാരിക്കുന്നേ? കാവേരി ചേച്ചി, നമുക്ക് ഉടനെ ശ്രീരാം ദശയുടെ വീട്ടിലേക്ക് പോണം. എന്തിനാ? നിങ്ങൾ വാ, ഞാൻ പറഞ്ഞുതരാം. അശോക, ഐ എം സോ സോറിഡാ. നിന്നോട് സംസാരിക്കാനേ പറ്റിയില്ല. മുത്തശ്ശൻ പറഞ്ഞതിനെ കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. സോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ മറന്നു. എന്താ ഇമ്പോർട്ടന്റ് കാര്യമുണ്ടെന്ന് പറഞ്ഞത്? പറ. സാരല്ല, എന്തായാലും നീ ഇങ്ങോട്ട് വരും എനിക്കറിയാമായിരുന്നു. വാ ഇരിക്കേ. എടാ, എന്താ കാര്യമെന്ന് പറ. പറയാം വാ. ഇതെന്താടാ? കാണ്. നോ നോ. എടാ, രാമ, എന്നാ വെള്ളം കുടി. എടാ, ഇത് കുടിക്കേ. എടാ, നിനക്ക് എന്ത് പറ്റിയ അശോക? നീ എന്തിനാ ഇപ്പൊ എന്നെ ഈ വീഡിയോ കാണിച്ചേ? എന്റെ മോള് മരിച്ചു കിടക്കുന്ന കണ്ടിട്ട് ആ ട്രോമയിൽ ഇതുവരെ ഞാൻ പുറത്തു വന്നിട്ടില്ല. നീ എന്തിനാ എന്നെ ആ വീഡിയോ കാണിച്ചത്? രമ, നിനക്കത് കണ്ട വിഷമാന്നുള്ള കാര്യം എനിക്കറിയാം. ആ വീഡിയോ കാണിച്ച് നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. രാമ, നീ ഇപ്പൊ അതിലെ ശ്രദ്ധിക്കേണ്ടത് നിന്റെ മകൾക്ക് നടന്ന അനീതിയാണ്. വാട്ട്? എടാ, ഞാൻ അന്ന് നിന്നോട് പറഞ്ഞതാ, പക്ഷെ നീ അത് കേട്ടില്ല. നോക്ക്, പ്ലീസ് നോക്ക്. ഇതാ നോക്ക്. ആക്സിഡന്റായ വണ്ടി നമ്പർ. ഈ വണ്ടിയുടെ അടുത്ത് ഒരു കാറുണ്ട്. അതിനടുത്ത് നിൽക്കുന്ന ആരാ നോക്ക്. രുദ്രപ്രതാപ്.
കണ്ടോ കാവേരി ചേച്ചി ഒരു മഹാറാണിയെ? നമ്മളിപ്പോ ഇങ്ങോട്ട് വന്ന കാര്യം എന്താ? അതിന്റെ അവസ്ഥ എന്താ? അല്ല, മുത്തശ്ശനും ജാക്കി ചേട്ടനും അവിടെ സ്റ്റേഷനിൽ കിടക്കുക. ഇവക്ക് എന്താ അതിന്റെ ഒന്നും ഒരു ചിന്തയും ഇല്ലേ? ചിരിച്ചോണ്ട് നിക്കുക. സുബി, എന്തു പറ്റി? നീ എന്തിനാ ചിരിക്കുന്നത്? കാവേരി ചേച്ചി, ഇത് സീതമ്മയുടെയും കൂടെ വീടല്ലേ? കണ്ടപ്പോ സന്തോഷായി, അതാ ചിരിച്ചേ. മോളെ, ഇത് ഏത് കഥയാ പറയണ്ടേ? രാജകുമാരിയുടെ കഥയായാലോ, അല്ലെങ്കിൽ ആമയുടെ മുയലിന്റെ കഥയായാലോ? ശരി, രാജകുമാരിയുടെ കഥ പറഞ്ഞുതരാം. പണ്ടൊരിടത്ത് ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. സീതമ്മ, സീതമ്മ, അവരാ സീതമ്മ. ഓ, ഇവരെയാണോ നീ അമ്മ അമ്മ എന്ന് പറഞ്ഞോണ്ടിരുന്നത്? അന്ന് ആശുപത്രിയിൽ വെച്ച് കണ്ടപ്പോ തൊട്ട് നിനക്ക് അവരെ ഭയങ്കര ഇഷ്ടമായി അല്ലേ? ശരിയല്ലേ? അവർക്ക് എന്നെയും ഭയങ്കര ഇഷ്ടാ. അവരെന്നെ എത്രമാത്രം സ്നേഹിക്കുമെന്ന് അറിയോ? തമ്പുരാട്ടി, ആദ്യം വന്ന കാര്യം നോക്കിയാലോ? അതെ സുബി. ഇപ്പൊ വീട്ടിലോട്ട് പോകുന്നത് എങ്ങനെയാ? എനിക്ക് ഇതിനകത്തേക്കുള്ള വഴി അറിയാം. ആ വഴി പോവാ. അതെങ്ങനെ ശരിയാകും സുബി? ഇങ്ങനൊരു കാര്യത്തില് അങ്ങനെയൊക്കെ കയറി ചെന്നാ നമ്മൾ കള്ളന്മാരാണെന്ന് വിചാരിക്കില്ലേ? അല്ലെങ്കിലേ മോഷ്ടിച്ച് പൈസ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞ് മുത്തശ്ശനെ അവരെ ജയിലിലാക്കിയത്. അതുകൊണ്ട് അങ്ങനെയൊന്നും അകത്തേക്ക് കയറാൻ കഴിയില്ല. കാവേരി ചേച്ചി, ഈ വീട്ടുകാരൊക്കെ എത്ര ദുഷ്ടരാണല്ലേ? സീതമ്മ മാത്രമേ പാവുള്ളൂ. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ചേച്ചി. എന്തിന്? അല്ല, ഇവര് മുത്തശ്ശനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇപ്പൊ ഇവര് തന്നെ മുത്തശ്ശനെ ഇറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യോ? എന്താ ഹെൽപ്പ് ചെയ്താല്? ഹെൽപ്പ് ചെയ്തേ പറ്റൂ. ഞാന് ആ ശ്രീരാം ദേശനോട് സംസാരിച്ചോളാം. അവനെന്താ അവിടെ നിൽക്കുന്നേ? അതെനിക്കും അറിയില്ല. പക്ഷെ ഇവൻ സ്പോട്ടിലുള്ളത് ഒരുപാട് ചോദ്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോ എന്റെ സിഹിമോളെ അപ്പോ ഇവൻ എന്തെങ്കിലും ചെയ്താണോ? ആക്സിഡന്റിന്റെ കാര്യം ഇവനാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷെ സ്പോട്ടിൽ ഇവൻ ഉള്ളതുകൊണ്ട് എന്തായാലും അവനൊരു സാക്ഷിയാണല്ലോ. ഓ മൈ ഗോഡ്, ഇത് വലിയ പ്രശ്നമാവുമല്ലോ. ശ്രീരാം ദേശായി, ശ്രീരാം ദേശായി, ഇറങ്ങി വാ. ശ്രീരാം ദേശായി, ശ്രീരാം ദേശായി, ഇറങ്ങി വാ. ശ്രീരാം ദേശായി, ഇറങ്ങി വാ. റാം, ആരോ നിങ്ങളുടെ പേര് വിളിച്ച പോലെ തോന്നിയോ? അതെ സീത, ബട്ട് പുറത്തുനിന്ന് നോക്കുമ്പോ ആരും കാണുന്നില്ല. അച്ഛാ, സുബി വന്നിട്ടുണ്ട്. അവരാ നിന്നെ വിളിച്ചേ. നോക്കച്ചാ. അയ്യോ, ഇവർക്കെന്നെ കാണാനും കഴിയില്ല. ഞാൻ പറയുന്നത് കേൾക്കാനും കഴിയില്ല. ഞാൻ സുബിയുടെ അടുത്തേക്ക് പോയിക്കോളാം.
പിടിച്ച ചേച്ചി. നീ ഇപ്പൊ എന്താ കാണിച്ചത് സുബി? നീ ഇങ്ങനെ ഒച്ചയെടുത്ത് ദേഷ്യപ്പെട്ട് ബഹളം വെച്ചാ അവര് നമ്മളെ സഹായിക്കാൻ തോന്നുന്നുണ്ടോ? നമ്മൾ സഹായം ചോദിക്കാനാ വന്നത്. അപ്പൊ അതിനനുസരിച്ച് വേണ്ടേ പെരുമാറാൻ? മുത്തശ്ശൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്ത് വരണോ വേണ്ടയോ? അത് വരണം. പക്ഷേ ശ്രീ സുബി, ഒന്ന് ഉറക്കെ വിളിക്കേ. അച്ഛൻ അവിടെ തന്നെ ഉണ്ട്. നിന്നെ അവർക്ക് കണ്ടാ മതി. സുബി, ഞാൻ പറഞ്ഞ പോലെ ചെയ്യ്. എന്നാ മാത്രമേ നിന്റെ മുത്തശ്ശനെയും നിന്റെ ചേട്ടനെയും വെളി കൊണ്ടുവരാൻ പറ്റൂ. അയ്യോ, നമ്മളെ ആരും സഹായിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നേ. പിന്നെ നമ്മൾ എന്താ ചെയ്യാ? അതെ, നമുക്ക് ഇവിടെ ആരോടെങ്കിലും ചോദിക്കാം. ദേശായി സാറിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമെന്ന്. ആരോടാ ചോദിക്കാ? വരൂ സീത, ആരും കാണുന്നില്ല. വഴി കൂടെ പോയ ആരെങ്കിലും ചിലപ്പോ തമാശയ്ക്ക് വിളിച്ചിട്ട് പോയതായിരിക്കും. നത്തിങ് ടു വറി. റാം, നീ ആ സ്ലമ്മിലുള്ള ആരെങ്കിലും അറസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നോ? ചെറിയച്ച, ഏത് സ്ലം? ഞാൻ ആരുടെ കാര്യം പറഞ്ഞിട്ടില്ല. സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നിരുന്നു. നീ ആരെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അത്രേ. അവിടെ നമ്മുടെ ഏതോ ബിൽഡിംഗ് വരാൻ പോകുന്നുണ്ടെന്ന്. ആ ചേരിയിലുള്ളവർ ഒഴിഞ്ഞു പോകുന്നില്ല, അതുകൊണ്ട് റാം സാർ അറസ്റ്റ് ചെയ്യിപ്പിച്ചതാണെന്നാ പറഞ്ഞേ. ചെറിയച്ച, ഞാൻ ആരെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടേ ഇല്ല. പ്രോബബ്ലി വിശ്വം ചെറിയച്ചനെങ്ങാനും ചെയ്തതായിരിക്കോ? ആരാണെങ്കിലും അറസ്റ്റ് ചെയ്യിക്കുന്നത് എന്തിനാ? സ്ലമ്മിൽ കഴിയുന്നവർക്ക് ആ സ്ഥലം മാത്രമായിരിക്കും ആശ്രയം. അങ്ങനെ അറസ്റ്റ് ചെയ്യിക്കാൻ പാടില്ല. അങ്ങനെ സ്ഥലം വിട്ടു പോവാൻ പറഞ്ഞാൽ അവരെങ്ങോട്ട് പോവാനാ? അവര് പുറത്തിറക്കാനും അവർക്ക് ആരും ഉണ്ടാവില്ല. സീത, എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. ഇപ്പൊ നിങ്ങൾ ഇതിനെപ്പറ്റി ആലോചിക്കണ്ട. ചെറിയച്ച, സീത, ഞാൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ തിരക്കാം. ഞാൻ പറഞ്ഞു റാമേ. ഇറ്റ്സ് ഓക്കെ ചെറിയച്ച, ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്.